Welcome to Bosco Campus Vision. I am Mumtaz, Assistant Professor in Hindi, Don Bosco College, Kottayam. Dear students, today's topic is the story Bisati, written by Jayashankar Prasad. Bisati means merchant, व्यापारी नाना. तो देखिए, उद्यान की शैल माला के नीचे एक हरा भरा छोटा सा गांव है. वसंत का सुंदर समय उसे आलिंगन करके फूलों की सौरों से उसकी चौंपड़ों को फिर देता है. तलहटी के हिम शीतल चरने उसको अपने बाहुपाश में जकड़े हुए है और उस रमणीय प्रदेश में एक स्निग्ध संगीत निरंतर चला करता है, जिसके फीदो बुलबुलों का कलनाद कंप और लहर उत्पन्न करता है. ഇപ്പോൾ ജയശങ്കർ പ്രസാദ് എഴുതിയ ഷോർട്ട് സ്റ്റോറി ബിസാത്തി മർച്ചന്റ് എന്ന ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ പഠിക്കുന്നത്. ജയശങ്കർ പ്രസാദിനെ പറ്റി എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ഗംഭീരമായ പ്രകൃതി വർണ്ണനയാണ്. ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടാണ് അദ്ദേഹം പ്രകൃതിയെ ചിത്രീകരിച്ചിരിക്കുന്നത്. പൂന്തോട്ടത്തിൻ്റെ പർവ്വത ശൃംഗങ്ങളുടെ താഴെ ഒരു പച്ചപ്പ് നിറഞ്ഞ കുഞ്ഞു ഗ്രാമം ഉണ്ടായിരുന്നു. വസന്തത്തിലെ സുന്ദരമായ കാറ്റ് ആ ഗ്രാമത്തെ ആലിംഗനം ചെയ്ത് പുഷ്പങ്ങളുടെ സുഗന്ധം ഓരോ കുടിലിലേക്കും എത്തിക്കുമായിരുന്നു. താഴ്വാരത്തുള്ള തണുത്തുറഞ്ഞ അരുവിയാണെങ്കിൽ ആ ഗ്രാമത്തെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിയിരുന്നു. ആ അതിസുന്ദരമായ ഗ്രാമത്തിൽ എപ്പോഴും ഒരു ആർദ്രമായ സംഗീതം നിരന്തരം കേട്ടുകൊണ്ടിരുന്നു. കുരുവികളുടെ കളനാദം ആ സംഗീതത്തിന് താളമായി തീർന്നു. അപ്പം ഇവിടെ ബുൾബുൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം കുരുവി, ഒരു പക്ഷിയാണ്. നമുക്ക് കുരുവി എന്ന് പറയാം. അതിനെയാണ് നമ്മളിവിടെ ബുൾബുൾ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് പാരഗ്രാഫാണേ. दाड़िम के लाल फूलों की रंगीली छाया संध्या की अरुण किरणों से चमकीली हो रही थी. शीरीम उसी के नीचे शिलाखंड पर बैठी हुई सामने गुलाबों की चुरमुट देख रही थी, जिसमें बहुत से बुलबुल चहचहा रहे थे. वे समीरन के साथ चुलचुलैया खिलते हुए आकाश को अपने कलरों से गुंजित कर रहे थे. ഡാഡിമെന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷമാണ്. ആ വൃക്ഷത്തിൻ്റെ ചുവന്ന പൂക്കളുടെ ആ നിറമുള്ള നിഴല് സന്ധ്യയുടെ അരുണ കിരണങ്ങളുമായി ചേർന്ന് തിളങ്ങുന്നുണ്ടായിരുന്നു. ഷീരീമാണ് നമ്മുടെ കഥാനായിക. ഷീരീം അതിൻ്റെ താഴെ ഒരു കല്ലിലിരുന്നു കൊണ്ട് തൻ്റെ മുന്നിലുള്ള ആ റോസാപ്പൂക്കളുടെ കൂട്ടത്തെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിലാണെങ്കിൽ ഒരുപാട് കുരുവികൾ വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. അവരുടെ കളകളനാദം അപ്പോൾ ആകാശത്തിൽ ഒരു താളം കൊടുത്തു. അതിനകത്ത് ആ ഒരു കളകള ആരവത്താൽ ആകാശം മുഖരിതമായിരുന്നു. शीरीने सहसा अवगुंडन उलट दिया. प्रगति प्रसन्न हो हंस पड़ी. गुलाबों के दल में शीरीन का मुख राजा के समान सुशोभित था. मकरंद मुख में फरी दो नील भ्रमर उस गुलाब से उठने में असमर्थ थे. फोरों के पद पर निस्पंद थे. कंडीली झाड़ियों की कुछ परवाह न करते हुए बुलबुलों का उसमें कुसना और उड़ फागना शीरीन तन्मय होकर देख रही थी. ആ റോസാപ്പൂക്കളുടെ നടുക്കിരിക്കുന്ന ഷീരീമിൻ്റെ മുഖമാണെങ്കിലും ആ റോസാപ്പൂ പോലെ തന്നെ സുന്ദരമായിരുന്നു. ആ റോസാപ്പൂവിൽ നിന്നും ഒരിക്കലും തെന്നി മാറാൻ കഴിയാത്ത നീല വണ്ടികൾ പോലെയായിരുന്നു അവളുടെ കണ്ണുകൾ. പനിനീർ ചെടിയുടെ മുള്ളുകളെ അവഗണിച്ചുകൊണ്ട് ആ റോസാ പുഷ്പത്തിലേക്ക് കയറുകയും അതിൽ നിന്നും ഉയർന്നു പറക്കുകയും ചെയ്യുന്ന ആ ബുൾബുളിൻ്റെ കൂട്ടത്തെ നോക്കി ഷീരീം ലയിച്ചിരിക്കുകയായിരുന്നു. उसकी सगी जुलेगा के आने से उसकी एकांत भावना भंग हो गई. अपना अवगुंडन उलटते हुए जुलेगा ने कहा, शीरीम, वो तुम्हारे हाथों पर आकर बैठ जाने वाला बुलबुल आजकल नहीं दिखलाई देता. ഷീരീമിൻ്റെ കൂട്ടുകാരിയായി ജുലേഖയുടെ വരവോടു കൂടെ അവളുടെ ഏകാന്തത നഷ്ടപ്പെട്ടു. ജുലേഖ തൻ്റെ സഖിയോട് ചോദിക്കുകയാണ്, ഷീരീം, നിന്റെ കൈകളിൽ വന്നിരിക്കുന്ന ആ ബുൾബുൾ അതിനെ ഈയിടെയായി കാണുന്നില്ലല്ലോ. आह खींचकर शीरी ने कहा. खड़े शीत में अपने दल के साथ मैदान की ओर निकल गया. वसंत तो आ गया पर वो नहीं लौट आया. ഒരു ദീർഘനിശ്വാസത്തോടു കൂടി ഷീരിയും പറഞ്ഞു. ശൈത്യകാലത്ത് തൻ്റെ കൂട്ടത്തോടൊപ്പം സമതല ഭൂമിയിലേക്ക് പോയതാണ്.
ഇപ്പോൾ വസന്തമായി ഇതുവരെയും അത് തിരിച്ചു വന്നില്ല. सुना है कि ये सब हिंदुस्तान में बहुत दूर तक चल जाते हैं, क्या यह सच है शीरी? ഇപ്പോൾ ജുലേഖ ചോദിക്കുകയാണ്, അല്ല ഷീരി, ഞാൻ കേട്ടിട്ടുണ്ട് ഇവർ ഹിന്ദുസ്ഥാനിൽ ഒരുപാട് ദൂരം പോകുമെന്ന്, ഇത് സത്യമായിരിക്കുമോ? हाँ प्यारी, उन्हें स्वाधीन विचरना अच्छा लगता है. इनकी जाति बड़ी स्वतंत्रता प्रिय है. അതേ കൂട്ടുകാരി, അവർക്ക് സ്വതന്ത്രമായി ചുറ്റിത്തിരിയാൻ വളരെ ഇഷ്ടമുള്ളവരാണ്. അവരുടെ ആളുകൾ വളരെയധികം സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു. तूने अपने कुंकुराले अलगों के पास में उसे क्यों न बांध लिया? നീ എന്തുകൊണ്ട് അതിനെ തടഞ്ഞില്ല? मेरे पास उस पक्षी के लिए टीले पड़ जाते थे. എൻ്റെ ബന്ധനം ആ പക്ഷിയെ സംബന്ധിച്ചിടത്തോളം വളരെ കഠിനമായിരിക്കും. अच्छा लौट आवेगा, चिंता न कर, मैं कह जाती हूँ. शीरी ने सिर हिला दिया. ശരി ശരി, അത് തിരിച്ചു വരിക തന്നെ ചെയ്യും, നീ ടെൻഷൻ അടിക്കേണ്ട, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഷീരിയും അതിന് മറുപടിയായിട്ട് തലകുലുക്കി ജുലേഖ അവിടെ നിന്നും പോകുന്നു. ഇവിടെ ഷീരിയും അവളുടെ കൂട്ടുകാരിയായ ജുലേഖയും തമ്മിൽ സംസാരിക്കുന്നത് ഒരു പക്ഷിയെ പറ്റിയാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നും. എന്നാൽ വാസ്തവത്തിൽ അവർ തമ്മിൽ സംസാരിക്കുന്നത് ഷീരിമിൻ്റെ ലവറായ ഒരു യുവാവിനെ കുറിച്ചാണ്. അപ്പം അവർ വളരെ ലോ ക്ലാസ് ഫാമിലിയാണ്, അവരൊരു മർച്ചൻ്റാണ്, അവർ ഇങ്ങനെ വഴിതോടും നടന്ന് സാധനങ്ങൾ വിൽക്കുന്ന വിക്രേതയാണ്. ഷീരിയുമാണെങ്കിൽ വളരെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടിയാണ്. അപ്പം ആ ബുൾബുൾ എന്ന് പറഞ്ഞ് ഇവരെ ഉദ്ദേശിക്കുന്നത് ഷീരിമിൻ്റെ ലവറിനെയാണ്. ഓക്കെ. जब पहाड़ी आकाश में संध्या अपने रंगीले पट फैला देती, जब विहंग केवल कलरव करते पंक्ति बांधकर उठते हुए गुंजन झाड़ियों की और लौटते हुए अनिल में उनके कोमल परों से लहर उठती, जब समय अपनी चौंकीदार तरंगों में बार बार अंधकार को खींच लाता, जब गुलाब अधिकाधिक सौरभ लुढ़ाकर हरी चादर में मुंह छिपा लेना चाहते थे, तब शीरी की आशा भरी दृष्टि कालिमा से अफफूद होकर पलकों में छिपने लगी. वो जागते हुए भी एक स्वप्न की कल्पना करने लगी. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ മൊത്തം പ്രകൃതി വർണ്ണനയാണ്. ആ ഒരു വർണ്ണനയിൽ തെളിയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു സന്ധ്യ മയങ്ങുന്ന ആ ഒരു നേരം, ആ ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങിയ ആ ഒരു നേരം, പക്ഷികളെല്ലാം കൂട്ടിലേക്ക് പറന്നു പോകുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഷീരിമിൻ്റെ പ്രത്യാശ നിറഞ്ഞ കണ്ണുകളിൽ കാലിമയുടെ ഇരുട്ട് പടരാൻ തുടങ്ങി. അവൾ ഉണർന്നിരിക്കുകയാണെങ്കിൽ കൂടെ ഒരു സ്വപ്നത്തെ സങ്കല്പിച്ചു. हिंदुस्तान के समृद्धशाली नगर की गली में एक युवक पीठ पर गड्ढा लादे घूम रहा है. परिश्रम और अनाहार से उसका मुख विवर्ण है. देखकर वो किसी के द्वार पर बैठ गया है. कुछ बेचकर उस दिन की जीविका प्राप्त करने की उत्कंठा उसकी दयनीय बातों से टपक रही है. परंतु वो गृहस्थ कहता है, तुम्हें उधार देना हो तो दो, नहीं तो अपनी गडरी उड़ाओ, समझिएगा. ഹിന്ദുസ്ഥാനിലെ വളരെ സമ്പന്നമായ ഒരു നഗരത്തിൽ കൂടെ തോളിൽ ഒരു സഞ്ചിയുമൊക്കെ തൂക്കി ഒരു യുവാവ് നടക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് കഠിനമായ പരിശ്രമത്താലും നിരാഹാരം, അതായത് ആഹാരമൊന്നും ഉള്ളിൽ ചെല്ലാത്തതിനാലും മുഖം വളരെ വിവർണമായിരുന്നു. അദ്ദേഹത്തിന് വേച്ചാണെങ്കിൽ കൂടെ അദ്ദേഹം ഒരു വീടിൻ്റെ വാതിക്കൽ വന്നിരിക്കുകയാണ്. എന്തെങ്കിലും വെറ്റിട്ട് ആ ദിവസത്തേക്കുള്ള ആഹാരത്തിനുള്ള വക കണ്ടെത്താനുള്ള ഒരു കഷ്ടപ്പാട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നു. എന്നാൽ ആ വീട്ടുടമസ്ഥൻ ചോദിച്ചത്, നിനക്ക് കടം തരാൻ പറ്റുമെങ്കിൽ തന്നു, ഇല്ലെങ്കിൽ നീ നിൻ്റെ സഞ്ചിയും എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് പൊക്കോളൂ. युवा कहता है, मुझे उधार देने की सामर्थ्य नहीं, तो मुझे भी कुछ नहीं चाहिए. പാവ യുവാവ് പറയുകയാണ്, എനിക്ക് നിങ്ങൾക്ക് കടം തരാനായിട്ടുള്ള അപ്പോൾ ആ യുവാവ് പറയുകയാണ്, നിങ്ങൾക്ക് കടം തരാനായിട്ടുള്ള നിവൃത്തി എനിക്കില്ല. അപ്പോൾ വീട്ടുടമസ്ഥൻ പറയുന്നു, എങ്കിൽ പിന്നെ എനിക്ക് ഒന്നും വേണ്ട. शीरीम अपनी इस कल्पना से चौंक उड़ी. काफिले के साथ अपने संबंधी लादकर केबर के गिरी संकट को वह अपनी भावना से पराक्रांत करने लगी. उसकी इच्छा हुई कि हिंदुस्तान के प्रत्येक गृहस्थ के पास हम इतना दान रख दे
कि वे अनावश्यक होने पर भी उस युवक की सब वस्तुओं का मूल्य देकर उसका बोझ उतार दे। परंतु सरला शीशिम निसहाय थी। उसके पिता एक क्रूर पहाड़ी सरदार थे। उसके अपना सिर झुका लिया, कुछ सोचने लगी। തൻ്റെ വിചിത്രമായ ഭാവനയിൽ ഷീരിയും ഞെട്ടി എഴുന്നേൽറ്റു. ഹിന്ദുസ്ഥാനിലെ ഓരോ കുടുംബത്തിനും ഇത്രമേൽ ധനമുണ്ടായിരുന്നു. എത്രമേലെന്ന് വെച്ചാൽ അവർ ആഗ്രഹിച്ചില്ലെങ്കിൽ കൂടിയും ആ ഓരോ ചെറുപ്പക്കാരൻ്റെ കയ്യിലെ ആ ഭാണ്ഡക്കെട്ടിലുള്ള സാധനങ്ങളെല്ലാം തന്നെ വിലയ്ക്ക് വാങ്ങാൻ അവരെ കൊണ്ട് സാധിക്കുമായിരുന്നു. പക്ഷെ ഷീരി നിസ്സഹായായിരുന്നു. അവളുടെ അച്ഛൻ ക്രൂരനായ ഒരു പഹാടി സർദാരായിരുന്നു. അവൾ തൻ്റെ തല കുനിച്ചു എന്തോ ആലോചിക്കാൻ തുടങ്ങി. संध्या का अधिकार हो गया. कालरो बंद हुआ. शीरीन की सांसों के समान समय की गति अवरुद्ध हो उड़ी. उसकी पीठ शिला से टिक गई. दासी ने आकर उसको प्रगृदिस्त किया. उसने कहा, बेगम बुला रही है, चलिए मेहंदी आ गई है. महीनों हो गए. शीरीन का ब्याह एक दानी सरदार से हो गया. झरने के किनारे शीरीन के बाग में शवरी खींची है. पवन अपने एक एक दपेड़े में सैकड़ों फलों का रुला देता है. मधुधारा बहने लगती है. बुलबुल उसकी निर्दयता पर क्रंदन करने लगते हैं. शीरी सब सहन करती रही. सरदार का मुख उत्साहपूर्णता सब होने पर भी वो एक सुंदर प्रभात था. അങ്ങനെ മാസങ്ങൾ കഴിയുമ്പോൾ ഷീരിയുടെ വിവാഹം ഒരു വളരെ ധനികനായിട്ടുള്ള ഒരു സർദാറുമായിട്ട് കഴിയുന്നു. അവൾ വളരെയധികം ദുഃഖവതി തന്നെയാണ്. അത് ആ ഒരു വർണ്ണനയിലൂടെ നമുക്ക് മനസ്സിലാവുള്ള വളരെയധികം ദുഃഖവതിയാണ്. एक दुर्बल और लंबा युवक पीठ पर गड्ढा लादे सामने आकर बैठ गया. शीरी ने उसे देखा पर वह किसी और देखता नहीं. अपना सामान खोलकर सजाने लगा. അപ്പോൾ അവിടേക്ക് മെലിഞ്ഞ ദുർബലനായ ഒരു യുവാവ് വരുന്നു. ഷീരിയും ആ യുവാവിനെ തന്നെ നോക്കുകയായിരുന്നു. എന്നാൽ അവൻ വേറെ ഒന്നും ശ്രദ്ധിക്കാതെ തൻ്റെ ഭാണ്ഡത്തിലുള്ള സാധനങ്ങൾ ഓരോന്നായി എടുത്ത് നിരത്തുകയാണ്. सरदार अपनी प्रेयसी को उपहार देने के लिए कांच की प्याली और काश्मीरी सामान छाटने लगा. സർദാർ തൻ്റെ പ്രിയപ്പെട്ട പത്നിക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് അതിൽ നിന്നും മനോഹരമായ പളുങ്ക് പാത്രങ്ങളും കാശ്മീരി സാധനങ്ങളുമെല്ലാം തിരഞ്ഞെടുക്കാൻ തുടങ്ങി. शीरीन चुपचाप दी. उसके हृदय कानन में कलरवों का क्रंदन हो रहा था. सरदार ने धाम पूछा. युवक ने कहा, मैं उपहार देता हूँ, बेचता नहीं. ये विलायती और काश्मीरी मैंने चुनकर लिए हैं. इनके मूल्य ही नहीं, हृदय भी लगा है. ये दाम पर नहीं बिकते. ഷീരിൻ നിശബ്ദയായിരുന്നു. എന്നാൽ അവളുടെ ഹൃദയ കാനനത്തിനുള്ളിൽ പക്ഷികളുടെ അലമുറയായിരുന്നു. സർദാർ ആ വസ്തുക്കളുടെ വില ചോദിച്ചു. എന്നാൽ ആ യുവാവ് പറഞ്ഞത്, ഞാനിത് ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നതാണ്, ഇത് വിൽക്കുന്നതല്ല. ഞാൻ ഈ കാശ്മീരി സാധനങ്ങൾ, വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നതാണ്. ഇതിന് മൂല്യമില്ല. എൻ്റെ ഹൃദയമാണ് ഇതിലൂടെ ഞാൻ കൈമാറുന്നത്. ഇതിന് ഞാൻ വിലയ്ക്ക് വിൽക്കില്ല. सरदार ने तीक्ष्ण स्वर में कहा, तब मुझे चाहिए, ले जाओ, उड़ावो. അപ്പോൾ ഇതെനിക്ക് വേണ്ട, നീ എടുത്തുകൊണ്ട് പോകൂ. अच्छा, उड़ा ले जाऊंगा. मैं दका हुआ आ रहा हूँ, दौड़ा अवसर दीजिए, मैं हाथ मुँह धो लूँ. कहकर युवक फरफराई हुई आंखों को छिपाते उठ गया. ശരി, ഞാൻ എടുത്തുകൊണ്ട് പൊയ്ക്കോളാം. ഞാൻ വളരെയധികം ക്ഷീണിതനാണ്. കുറച്ച് നിമിഷത്തേക്ക് ഞാൻ ഒന്ന് നിൽക്കും. ഞാൻ ആ കൈയും മുഖവുമൊക്കെ ഒന്ന് കഴുകിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യുവാവ് തൻ്റെ നിറഞ്ഞൊഴുകാൻ തുടങ്ങുന്ന ആ കണ്ണുകളെ മറയ്ക്കാനെന്നോണം അവിടെ നിന്നും എഴുന്നേൽറ്റു. सरदार ने समझा चरने की ओर गया होगा. विलंब हुआ पर वह न आया. गहरी चोट और नर्मम विदा को वहन करते कलेजा हाथ से पकड़े हुए शीरीन गुलाब की चाड़ियों की ओर देखने लगी, परंतु उसकी आंसू भरी आंखों को कुछ न सूझता था. सरदार ने प्रेम से उसकी पीठ पर हाथ रखकर पूछा, क्या देख रही हो? ആ യുവാവ് അടുത്തുള്ള അരുവിയിലേക്ക് പോയതാകാം എന്ന് സർദാർ വിചാരിക്കുന്നു. എന്നാൽ കുറേ നേരം കഴിഞ്ഞിട്ടും യുവാവ് തിരികെ വന്നില്ല. ഈ സമയം നമ്മുടെ ഷീരി വളരെയധികം വിഷമത്തോടു കൂടി, അത്രയും ഭാരമുള്ള, അത്രയും കഠിനമായ വേദന നിറഞ്ഞ മനസ്സുമായിട്ട് തൻ്റെ മുന്നിലുള്ള ആ ഒരു റോസാ ചെടിയുടെ പറ്റത്തെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ
തൻ്റെ പ്രിയതമയുടെ തോളിൽ കൈവച്ചുകൊണ്ട് സർദാർ പ്രേമപൂർവ്വം ചോദിക്കുന്നു, നീ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? मेरा एक पालतू बुलबुल शीत में हिंदुस्तान की ओर चला गया था। वो लौटकर आज सवेरे दिखलाई पड़ा, पर जब वह पास आ गया और मैंने पकड़ाना चाहा तो वह उधर कोका की ओर भागा गया। शीरीन के स्वर में कंपन था, फिर वे शब्द बहुत संभल कर निकले थे। सरदार ने हंसकर कहा, फूल को बुलबुल की कुछ आश्चर्य है। അപ്പോൾ ഷീരിൻ പറയുകയാണ്, ഞാൻ പരിപാലിച്ചു വന്നിരുന്ന ഒരു ബുൾബുൾ ഉണ്ടായിരുന്നു. അത് ഹിന്ദുസ്ഥാനിലേക്ക് പോയതായിരുന്നു. മടങ്ങി ഇന്നാണ് വന്നത്. അതിനെ സ്വന്തമാക്കാൻ പിടിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ അത് എൻ്റെ കയ്യിൽ നിന്നും പോയി. അവളുടെ സ്വരം വളരെയധികം വരച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും തേങ്ങലോട് കൂടിയാണ് അവളത് പറഞ്ഞത്. അപ്പം സർദാർ ചോദിക്കുകയാണ്, ഫൂൾ കോ ബുൾബുൾ കി കൂച്ച്. ഫൂൾ എന്ന് ഉദ്ദേശിച്ചത് ഷീരീമിനെ തന്നെയാണ്. അതിൽ വളരെ ബ്യൂട്ടിഫുൾ ആണല്ലോ. അപ്പം ആ പൂവ് തന്നെ ബുൾബുളിനെ തേടുകയാണോ? ഇത് ആശ്ചര്യമാണല്ലോ. बिसाती अपना सामान छूट गया, फिर लौट कर नहीं आया। शीरी ने बोझ तो उतार लिया, पर दाम नहीं दिया. വ്യാപാരി തൻ്റെ സാധനങ്ങൾ അവിടെ ഉപേക്ഷിച്ച് പോയി. പിന്നെ ഒരിക്കലും മടങ്ങി വന്നില്ല. ഷീരി അതെല്ലാം എടുത്തു, എന്നാൽ അതിന് വില നൽകിയതുമില്ല. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.